എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള കഥകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്, പ്രത്യേകിച്ചും ക്രൈമുകൾ. ശരിക്കും ഇപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലാണ് ഇപ്പോൾ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ കിഡ്നിയിലൊരെണ്ണം നിർബന്ധിച്ച് വിൽപ്പിച്ചു. എന്തല്ലേ, എന്തിനാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഭർത്താവിനോട് കുടുംബ പ്രാരാബ്ധങ്ങളും മക്കളെ കെട്ടിക്കണം എന്നുള്ള കാര്യങ്ങളും കടങ്ങൾ, വീട്ടിലെ ദാരിദ്ര്യം, ദുഃഖം, കഷ്ടപ്പാട് ഇതൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിനെ കൊണ്ട് 10 ലക്ഷം രൂപ ഉടമ്പടിയിൽ അങ്ങേരുടെ കിഡ്നി വിൽപ്പിക്കുകയായിരുന്നു, ഒരു കിഡ്നി. അതിനുശേഷം ഈ പെണ്ണുപിള്ള എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ആ കിഡ്നി വിറ്റ പൈസയൊക്കെ മേടിച്ചിട്ട് നൈസിന് ഭർത്താവിനെയും മക്കളെയൊക്കെ പെരുവഴിയിലാക്കിയിട്ട് അവളുടെ കാമുകൻ്റെ കൂടെ പോയി. ഇതാണ് വാർത്ത. എങ്ങനെയുണ്ട്? ഇത് കേരളത്തിലല്ല, പശ്ചിമ ബംഗാളിലാണ്. കേരളത്തിൽ നടക്കുന്ന വാർത്തകളാണെങ്കിലുണ്ടല്ലോ ഇതൊക്കെ മേലെയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, ഓരോ ദിവസവും കേരളത്തിൽ തല മരവിപ്പിക്കുന്ന കണക്കുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എല്ലാത്തിനേക്കാളും കുറേ വെറൈറ്റി ആയിട്ടുണ്ട്. പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും വിശ്വാസവഞ്ചനകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഒന്നൊന്നര വിശ്വാസവഞ്ചനയായിപ്പോയി. എന്തായാലും ആ ഭാര്യയ്ക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇങ്ങനെ തന്നെ വേണം ഭാര്യമാരായാൽ. അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും നാളും അവളെയും ഒരു കുടുംബത്തെയും മുഴുവനായിട്ട് നോക്കി സംരക്ഷിച്ചിട്ട്, പറ്റുന്ന രീതിയിലൊക്കെ അവർ സംരക്ഷിച്ചിട്ട് ഒടുവിൽ അങ്ങേരുടെ കിഡ്നിയും പറിച്ചെടുത്തുകൊണ്ട് അവൾ കാമുകൻ്റെ കൂടെ പോയി. അതേസമയം അങ്ങേരാണെങ്കിലുണ്ടല്ലോ അയാളുടെ ഈ ഒരു ആയുഷ്കാലം മുഴുവൻ ഇനി മരുന്നും ഗുളികയും ചെക്കപ്പും ഒക്കെ ചെയ്ത് നേരാമണ്ണം ഒരു പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ കഴിയേണ്ടിയും വരും. എങ്ങനെയുണ്ട് ഇങ്ങനെയുള്ള ഭാര്യമാരെയൊക്കെ? എന്താ ചെയ്യേണ്ടത് അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ രാത്രിയിൽ 9 മണിക്കുള്ള ലൈവിൽ വരാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അടിപൊളി വീഡിയോകളുമായിട്ട് വരാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ഉത്തര ഉണ്ണി.